ചതിച്ചു. ഞാൻ വന്നപ്പോ ചിരിച്ചുകൊണ്ട് ചതിച്ചു ആശാന് ഉള്ളില് ഭയങ്കര ദേഷ്യം വെച്ചുകൊണ്ട് പുറത്ത് അങ്ങനെ. ഇത് നന്നായിട്ടുണ്ട്. സാഗറിന്റെ വീട്ടിലിരിക്കുന്ന സോഫ ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം തന്നതാണ്. അതെ, അതിനെ കുറിച്ചൊരു അഭിപ്രായം? പിന്നെ ഐഫൈ എന്നും വളർന്നുകൊണ്ടിരിക്കില്ല. എല്ലാ മാസത്തിലും ഓരോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇത് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ കാറ്റഗറിയിലുള്ള എല്ലാ ആൾക്കാർക്കുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട് ഇവിടെ. നമുക്ക് എന്ത് ഡിസൈനിൽ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനും എല്ലാം പറ്റൂല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. എന്നോട് അന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞല്ലോ, സെൻസർ ഉള്ള അതിലിടയ്ക്ക് എന്തോ ചലഞ്ചിലാണെന്ന് പറഞ്ഞു. അതെ, അതൊരു ചലഞ്ച് ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, ചലഞ്ച് അടിക്കട്ടെ. സീക്രട്ട് ആണ്. ഒരു ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. സാഗറിനുള്ള ബെഡ്റൂം ആണോ അത്? ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു കിടിലം വീഡിയോ ഞങ്ങൾ എന്തായാലും പറയുന്നതായിരിക്കും. എന്താ പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ മാസം മുതലാണ് ഐഫൈയുടെ ഒരു അംഗമായി മാറിയത്. ഇനി എല്ലാ ആൾക്കാർക്കും ധൈര്യമായിട്ട് ഐഫൈനെ പ്രിഫർ ചെയ്യാം. ഐഫൈയിലേക്ക് സ്വാഗതം. കുറച്ച് ലേറ്റ് ആയി പോയി. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നല്ലോ. എന്തായാലും പരിപാടി ഗംഭീരമായിരുന്നു. അത് മതി. ഇന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, വേറൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ്. വേറെ ഒന്നും തോന്നരുത്. എനിക്ക് തന്നെ പറയുമ്പോ ഒരു വിഷമമുണ്ട്. പക്ഷേ ലേറ്റ് ആയതല്ല വിഷമം, അച്ഛനെ കൊണ്ടുവരാത്തതിനാണ് വിഷമം. അച്ഛനെ കൊണ്ട് എന്തായാലും വരും. പിന്നെ ഐഫൈ എന്നും വളർന്നുകൊണ്ടിരിക്കില്ല. എല്ലാ മാസത്തിലും ഓരോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. അവിടെ കുഴപ്പമില്ല, വീണ്ടും വരാൻ പറ്റും. ഇനി അങ്ങനെ വലിയ രീതിയിലേക്ക് പോട്ടെ. അടുത്തത് നമ്മുടെ ബാംഗ്ലൂർ ഷോറൂമിന്റെ ഓപ്പണിംഗ് ആണ് April 1. ബാംഗ്ലൂർക്ക് ഇപ്പൊ തന്നെ ഞാൻ ഉറപ്പായിട്ടും വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോ അങ്ങനെ പറയുള്ളൂ. അതായത് ഒരു ഫർണിച്ചർ സ്റ്റോറിനെ കുറിച്ചിട്ട് പൊള്ളിയാണ്. സാധാരണയുള്ള ഒരു കാഴ്ച. ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്? ഇത് നമ്മൾ 25,000 ആണ് സ്ക്വയർ ഫീറ്റ്. 25,000 വലുതല്ല, പക്ഷെ ഒരു സിംഗിൾ ഫ്ലോർ എന്നുള്ളത് കേരളത്തിൽ കുറവാണ് ഇങ്ങനെ ഒരു സ്റ്റോർ. അപ്പൊ സിംഗിൾ ഫ്ലോർ എന്നുള്ള രീതിയിൽ 25,000 സ്ക്വയർ ഫീറ്റിൽ ആദ്യത്തെയാണോ? നമ്മുടെ ആദ്യത്തെയാണ്, കേരളത്തിലും ആദ്യത്തെയാണ് വിശ്വസിക്കുന്നത്. അടിപൊളി. നമ്മളൊരു ഹോൾസെയിൽ റീറ്റെയിൽ കൺസെപ്റ്റിലാണ് നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ. അതൊരു ഡിസ്പ്ലേ നന്നാക്കിയിട്ടതാണ്. ഡിസ്പ്ലേ ഒന്ന് കണ്ടാലോ? കാണാം. ഇന്നത്തെ ഇനോഗ്രേഷൻ ആയിട്ട് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഫർണിച്ചർ കടയ്ക്കും ഇത്രയും നല്ലൊരു സപ്പോർട്ട് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടി. തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എറണാകുളം ജില്ലയിലും പ്രൊഡക്ഷൻസ് ഉണ്ട്. അത് പല ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഒരു ഫാക്ടറിയിൽ ഒരു വുഡ് ആണെങ്കിൽ വുഡ്, ബോർഡ് ആണെങ്കിൽ ബോർഡ്. സൂപ്പർ. ഇത് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ കാറ്റഗറിയിലുള്ള എല്ലാ ആൾക്കാർക്കുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട് ഇവിടെ. ഇത് സംഭവം ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാനൊരു അഭിപ്രായം ചോദിക്കാണ്. ഇത് നന്നായിട്ടുണ്ട്. സാഗറിന്റെ വീട്ടിലിരിക്കുന്ന സോഫ ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം തന്നതാണ്. അതിനെ കുറിച്ചൊരു അഭിപ്രായം? സോഫ എന്താ, എനിക്കത് അച്ഛനാണ് എന്റെ ഫുൾ കാര്യങ്ങൾ നോക്കി. എന്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല. അച്ഛന്റെ ഐഡിയയിൽ പോയിട്ട് നോക്കി. നല്ല കളറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് ഇരിക്കാൻ. ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോ ഇരിക്കുമ്പോ ഒരു മനസ്സിനൊരു സുഖം. അതിലിടയ്ക്ക് എന്തോ ചലഞ്ചിലാണെന്ന് പറഞ്ഞു. അതെ, അതൊരു ചലഞ്ച് ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, ചലഞ്ച് അടിക്കട്ടെ. സീക്രട്ട് ആണ്. 20 ദിവസം കൂടി ഉള്ളു ആ ചലഞ്ചിന്. ഇനി 20 ദിവസം 20 ദിവസവും ഇല്ല, 10-14 ദിവസം കൂടി ഉള്ളു. അതല്ലേ. ഇതങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നതാണ്. അതായത് ഒരു കോമ്പിനേഷനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ബെഡ്റൂമിൽ വേറെ ഒന്നും വേണ്ട. ഡ്രസ്സിംഗ് ഉണ്ട്, നല്ല വാർഡ്രോബ്സ്, അതുപോലെ ഈ ബെഡ് സൈഡ് ഒക്കെ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി. എന്നോട് അന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞല്ലോ, സെൻസറുള്ള സെൻസറുള്ളതൊക്കെ നല്ലതാ. അതൊരു പുതിയ കാഴ്ചപ്പാടാണ്. ഈ ലോക്കിന്റെ ബുദ്ധിമുട്ടില്ല. വീട്ടിലേക്ക് സെൻസർ ഉള്ളതാക്കിയാലോ? സെൻസർ ടൈപ്പ് കൊള്ളാട്ടോ. ഇത് ചെയർസ് ആണെങ്കിലും ഭയങ്കര ഡിസൈൻസ് ഉള്ള ഒരുപാട് ഉണ്ടല്ലേ. ഡോക്ടർ നമ്മളെ ഫ്രണ്ടാണ്, റിലേഷൻ ആണ്. ഇപ്പൊ മേടിക്കാൻ വേണ്ടി എന്തെങ്കിലും വന്നതാണോ? ഞങ്ങൾ ഇവിടെ തന്നെയാണ് എല്ലാ സാധനങ്ങളും. സ്ഥിരം കസ്റ്റമറാണ്. ഞാൻ ഇപ്പൊ കസ്റ്റമർ ആയി അടുത്ത്. നമുക്ക് എന്ത് ഡിസൈനിൽ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനും എല്ലാം പറ്റൂല. അതെ, ഇപ്പൊ മുഴുവൻ ഫർണിച്ചർ ഷോറൂമിൽ ഒരു കൺസെപ്റ്റ് എടുക്കുക, അതിന്റെ കസ്റ്റമൈസേഷൻ ആണ് വേണ്ടത്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഷോറൂമിൽ കൊണ്ടിടുന്ന മോഡല് അതെല്ലാം വീട്ടിലേക്ക് വേണ്ടി വരും. വീടിന്റെ അളവ് വേറെ ആയിരിക്കും. ടൈമിന്റെ ഒരു ഡിലേ ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ? സത്യത്തിൽ നമുക്ക് ഒരു ദിവസം 2 ദിവസം മതി ഒരു പ്രൊഡക്ഷൻ. കാരണം ഓൾറെഡി ഒരു പ്രൊഡക്ഷൻ ലൈനുണ്ട്. പിന്നെ അവിടെ തന്നെ 100 കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കസ്റ്റമൈസേഷൻ കൊടുത്താലൊന്നും 2 ദിവസം മാക്സിമം അതിന്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. എന്തായാലും അടിപൊളിയാണ് കേട്ടോ സംഭവം. പിന്നെ ഇപ്പൊ നമ്മുടെ ഒരു കോഴിക്കോടത്തെ കമ്പനിയൊക്കെ എന്ന് വെച്ചാല് 10-22 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് അവിടെ 4 ഏക്കർ മുഴുവൻ പ്രൊഡക്ഷൻ തന്നെ നടക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടില്ല. ഇത് പറയുമ്പോ ഒരു തള്ളി പറയാൻ തോന്നും, പക്ഷെ സത്യമാണ്. റിയാലിറ്റി അതാണ്. അതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്.
അല്ല ഫിലിക്സ് ഒരു മാറി നിൽക്കാണല്ലോ. മാറി നിൽക്കണ അപ്പൊ ഇന്നത്തെ പരിപാടി എന്തായാലും ഉഷാറായി. എന്താണ് നമ്മുടെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, നല്ല ഫീഡ്ബാക്ക് ആണ്. പറഞ്ഞു കാലത്തിന് ഭയങ്കര റഷായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്ന് തന്നെ ആദ്യത്തെ ദിവസം തന്നെ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞു എന്തായാലും ഭയങ്കര സന്തോഷം. ഇത് കാണുന്ന, അതായത് ഒരുപാട് ആരാധകരുള്ള ഒരാളാണ് സാഗർ. അയ്യോ, ഒരുപാട് ആരാധകരെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്ന ആളുകളുള്ള ഒരാളാണ്. ഐഫയെ കുറിച്ച് എന്താണ് അവരോട് പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ മാസം മുതലാണ് ഐഫയുടെ ഒരു അംഗമായി മാറിയത്. എനിക്ക് നല്ല രീതിയിലുള്ള ഒരു സർവീസ് ആണെങ്കിലും പെരുമാറ്റമാണെങ്കിലും വീടിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള അടിപൊളി രീതിയിലായിട്ട് കസ്റ്റമൈസ് ചെയ്ത് എനിക്ക് തന്നിട്ടുള്ളത്. ഞാൻ സോഫയാണെങ്കിലും കളറിനനുസരിച്ച് വീടിന്റെ എനിക്ക് ഭയങ്കര ട്രസ്റ്റാണ്. അപ്പം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ധൈര്യമായിട്ട് ഐഫേനെ പ്രിഫർ ചെയ്യും. അവർ നല്ല രീതിയിൽ നീറ്റായിട്ട് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന അഫോർഡബിൾ പ്രൈസിൽ അവർ ചെയ്തു തരും. ഇതെന്റെ വിശ്വാസമാണ്, അതങ്ങനെ തന്നെയാണ്. ആ ഒരു ഉറപ്പിലാണ് ഞാനും പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ വീട്ടിലേക്ക് അച്ഛൻ വീണ്ടും ഞങ്ങൾക്ക് കുറച്ച് ഓർഡർ തന്നിട്ടുണ്ട്. അറിഞ്ഞോന്ന് അറിയില്ല, ഒരു ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. സാഗറിനുള്ള ബെഡ്റൂം ആണോ അത്? ഇല്ല, അത് അനിയന്റെ റൂമാണ്. അനിയന്റെ റൂമായിരിക്കും ചെയ്തു തരുന്നത്. അത് കണ്ടിട്ട് അനിയന്റെ ആണെങ്കിലും താങ്കളുടെ ആണെങ്കിലും ആ റൂം ഒന്ന് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പ്രേക്ഷകരോട് പറയില്ല. ഉറപ്പായിട്ടും. അയ്യോ, ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ എന്റെ റൂമുണ്ട്, അപ്പൊ അവിടെ നല്ല രീതിയിൽ ഇവര് ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു കിടിലം വീഡിയോ ഞങ്ങൾ എന്തായാലും പറയുന്നതായിരിക്കും. അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാനും പറയുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ, ഇത് കൊള്ളാമോ ഇല്ലയോ നിങ്ങൾ തന്നെ പറ. ഇപ്പോഴത്തെ റൂമിന്റെ അവസ്ഥയും നമ്മൾ ബിഫോർ ആഫ്റ്റർ നമുക്ക് കാണാം. ഓരോരുത്തർ ഐഫയുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഇവിടെ വന്നു, സഹകരിച്ചു. വീണ്ടും അവർ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീണ്ടും തീർച്ചയായിട്ടും. എവിടെയായിരുന്നു ഞങ്ങൾ? എവിടെയായിരുന്നു പറയൂ. ഞാൻ വന്നപ്പോ ചിരിച്ചുകൊണ്ട് ചതിച്ചു ആശാന് ഉള്ളില് ഭയങ്കര ദേഷ്യം വെച്ചുകൊണ്ട് പുറത്ത് അങ്ങനെ ഇല്ല. ഞാൻ പാലല്ലായിരുന്നു, എനിക്ക് കോളേജ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ലേറ്റ് ആയി പോയത്. പക്ഷെ ഇനിയും വരുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പെർമിഷൻ. എന്നോട് ഒരു സാമ്പത്തിക പ്രതിഫലം കൊടുക്കാതെ ഞാൻ വരാൻ പറഞ്ഞിട്ട് വരാന്ന് ഏറ്റു. എന്നിട്ട് വേറൊരു പ്രോഗ്രാം എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ അതിന് പൊയ്ക്കോട്ടെ ചേട്ടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാണ് സാഗർ അങ്ങനെ ചോദിക്കുന്നത്? എന്തായാലും പോകണം എന്ന് പറഞ്ഞു. ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചിട്ടാണ് പോയത്. പക്ഷെ നല്ല ക്രൗഡ് ഉള്ളൊരു നേരം, രാവിലെ ഒരു 500-1000 ആളുടെ ഇടയിലുള്ളപ്പോ സാഗർ വരാൻ ഞാൻ കുറച്ചുകൂടി സന്തോഷം കിട്ടി. നമ്മളത് അടുത്തിൽ തീർക്കും. നമ്മളെത്തും. കൊരട്ടിക്കാരോട് എന്താ പറയാനുള്ളത്? കൊരട്ടിക്കാരോട് എന്ത് പറയാനാ? കൊരട്ടിക്കാർക്ക് എല്ലാവർക്കും അറിയാം ഐഫയിൽ ഇന്ന് എത്രമാത്രം ആൾക്കാർ വന്നു, ഇവരുടെ സ്നേഹം എന്താണ്, ഇവരുടെ വിശ്വാസം എന്താണ് നിനക്കറിയാം. അപ്പൊ ഐഫയ്ക്ക് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വീണ്ടും തുടരുക. ഇനിയും ഓരോ വർഷം കഴിയും തോറും വലിയ ഉയരങ്ങൾക്ക് എത്തട്ടെ. ആ വലിയ ഉയരങ്ങളിൽ എനിക്കും പങ്കാളിയാവാൻ പറ്റട്ടെ. എനിക്കും നമ്മുടെ ഫാമിലി മെമ്പറാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, സാഗറിന് ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മൂല്യമുള്ള ഒരാളാണ്. ഇങ്ങനെ പറയുമ്പോൾ സാഗർ വെറുതെ പറയില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും കമന്റിൽ വന്ന കുറെ കാര്യങ്ങളാണ്. നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ, നെക്സ്റ്റ് പൃഥ്വിരാജ് എന്ന രീതിയിലൊക്കെ ജനങ്ങൾ കാണുന്നില്ല. സിനിമ കിട്ടി ജീവിച്ചു നോക്കോട്ടെ, അത്രയുള്ളൂ. ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ആ സിനിമയിൽ മനസ്സിലാക്കിയതാണ്. അങ്ങനെ വരുമ്പോൾ ആ വീട്ടിൽ കുറച്ച് ഫർണിച്ചറുകൾ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ എംജിയുടെ വീട്ടിലും ചിത്രചേച്ചിയുടെ വീട്ടിലൊക്കെ ഫർണിച്ചർ കൊടുത്തു, അല്ലെങ്കിൽ അതുപോലെ സ്റ്റാർസിന്റെ വീട്ടിൽ കൊടുത്തു എന്നുണ്ടെങ്കിലും അവരൊക്കെ ആളായതിനു ശേഷം വലിയ ആളുകളായിട്ടാണ്, ഒരുപാട് വർഷങ്ങളായിട്ടാണ്. സാഗറും കുറെ വർഷങ്ങളായി. പക്ഷെ ഈ പ്രായത്തിൽ സാഗറിന് ഒരു വീട്ടിൽ കൊടുത്തു തന്നെ സാഗർ ആ ലെവലിൽ എത്തുമ്പോൾ കുറച്ചും കൂടി ഉയർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ അന്ന് ഫർണിച്ചർ കൊടുത്തിരുന്നു എന്ന് പറയാൻ പറ്റും. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് സന്തോഷം, ഭയങ്കര സന്തോഷം. പുതിയ പ്രൊജക്ടുകളൊക്കെ വളരെ നന്നായിട്ട് പോട്ടെ. അതെ, അടുത്ത ഒരു സാധനമായിട്ട് ഞങ്ങളൊക്കെ പ്രൊമോഷൻ ചെയ്യട്ടോ. സിനിമ വന്ന എനിക്കൊരു ഇന്റർവ്യൂ തരില്ലേ? ഉറപ്പായിട്ടും തരും. എന്താണ് ഇതായിപ്പോ നമ്മുടെ വീഡിയോ തന്നെ ഇന്ന് നല്ല റീച്ചാണ്. അത് ഭയങ്കര സന്തോഷം. ഈ അടുത്ത സിനിമ കഴിഞ്ഞാലും നമുക്കൊരു ഇന്റർവ്യൂവിനുള്ള സ്കോപ്പ് ഉണ്ടാവും. അതിന്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇന്നാള് ചെയ്ത പോലെ ഒരു ഈ തൃശ്ശൂർക്കാരനെ ഐഫയുടെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും. താങ്ക് യു. ഐഫിലേക്ക് സ്വാഗതം.